ഇപ്പൊ ചതിക്കാത്ത ചന്ദ്രു ലവ് 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 ലെറ്റർ എന്ന് എഴുതാം. അതേസമയം വടക്കം വീരഗാഥയിൽ അത് എഴുതാൻ പറ്റില്ല. മനസ്സിലായില്ലേ? രണ്ടും ജന്തു തന്നെയാണ്. പലപ്പോഴും ഗാനരചയിതാക്കൾ അറിയപ്പെടാറില്ല സംഗതിയുണ്ട്. ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയില് അരികെ നിന്നാലും എന്ന് പറയുന്ന പാട്ട് എഴുതി ഞാനായിരുന്നെങ്കിലും അനിൽ പനച്ചുരാന്റെ പേരാണ് വളരെ കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോഴും എന്റെ ഡ്രൈവിൽ കേൾക്കാറുള്ളത് പഴയ പാട്ടുകൾ, പുതിയ പാട്ടിലല്ല. എന്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറില്ല. നമ്മൾ പാട്ട് എഴുതുന്നു, അവര് ഈണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്ത് വേണമെങ്കിൽ മ്യൂസിക്കലി ചെയ്യാനുള്ളത് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് എപ്പോഴും സംഗീത സംവിധായകന്റെ കയ്യിലാണ്. അതിൽ ലിറിസിസ്റ്റിന് പങ്കില്ല. ട്യൂൺ കേട്ടപ്പോൾ അവിടെ എനിക്ക് അപ്പം തന്നെ മനസ്സിൽ കൊളുത്തിയ വരിയാണ് വിട പറയുകയാണെന്നുള്ളത്. അത് പാട്ടെടുക്കുമ്പോൾ ജിത്തു അതിനെ കഥ പറഞ്ഞു തരുന്നത് ഒന്നാം സീൻ മുതൽ അവസാന സീൻ വരെ കഥ എടുത്ത് പറഞ്ഞു. ഇരുന്നിരിപ്പിൽ 2 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് കഥ പറയാണ്. സിനിമ ഞാൻ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ല. എനിക്ക് സിനിമ കണ്ടിട്ട് കാര്യമില്ല. കാർത്തിക് മലയാളം പാടാൻ വേണ്ടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എഴുതി വെക്കുന്നത് തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് ഈ എല്ലാ ലാംഗ്വേജും ഉപയോഗിച്ചിട്ടാണ് ഒരു പാട്ട് എഴുതുന്നത്. ദുനിയാവിൻ മൈതാനത്ത് കളിപ്പന്തും വിട്ടുകൊടുത്ത് കളി കാണാനിരിക്കുന്ന ദൈവം, അതുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ കളിച്ച് കുഴപ്പത്തിലാവുന്നു. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെമ്പിള, ഇളങ്കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വെച്ച് കണ്ടു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് ഭാസ്കരൻ മാഷ്ക്ക് അത് പറ്റുള്ളത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സന്തോഷ് വർമ്മയാണ്. വെൽക്കം. ഹായ് സർ. ഞാൻ ആദ്യം തന്നെ പ്രൊഫൈൽ എടുത്തിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. അധികം എന്താ പറയാ, ഒരുപാട് ആക്റ്റീവ് അല്ല. പക്ഷെ ഞാൻ ആദ്യം കണ്ടത് തന്നെ മറ്റേ ചാവേറിനകത്തിലെ ആ ഒരു വോക്കൽസിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്യാപ്ഷനകത്ത് എന്താ ഒരു ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്യാപ്ഷൻ വരാനായിട്ടുള്ള ഒരു റീസൺ എന്താ? ആ ഒരു ഈണം ഒക്കെ തന്നെയാണ് അതിനെ നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നത്. ജസ്റ്റിന്റെ ഒരു ഈണം ഉണ്ടല്ലോ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചാവേറിൽ പോയി ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ശബ്ദം അറിയാവുന്ന, ഞാൻ പാടും എന്നറിയാവുന്ന ആളാണ് ജസ്റ്റിൻ. അപ്പോൾ ജസ്റ്റിൻ അങ്ങനെ എന്നെ കൊണ്ട് അതിൻ്റെ മലവാഴും എന്നുള്ള പോർഷൻ ആ ഒരു ഡിഫറെൻറ്റ് വോയിസിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു തവണ പോയി. ഞാൻ പറഞ്ഞു ഞാൻ പാടി നോക്കാം, ഞാനങ്ങനെ പാട്ടുകാരനൊന്നുമല്ല, പാടി നോക്കാം. നമ്മൾ കൂടുതൽ എഴുത്തായതുകൊണ്ട് പാട്ടിലേക്ക് അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയൊന്നുമില്ല, പാടും എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ പോയിട്ടാണ് ഇത് പാടുകയുണ്ടായത്, ഈ ഒരു പോർഷൻ മലവാഴ. അപ്പം ഇതിന് പിന്നെ ആ 2 പാട്ടുകളിലും ഞാൻ കുറച്ച് വോയിസ് കൊടുത്തിട്ടുണ്ട്. ഈ എഴുതുന്ന ആളുകളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു പാട്ടുകാരനായാൽ മാത്രമേ അത് പറ്റുള്ളൂ എന്നുണ്ടോ? അല്ല, അങ്ങനെയില്ല. കഴിഞ്ഞാൽ അതിപ്പോൾ പല പ്രഗത്ഭരായ കവികളും പാട്ടുകാരായിരുന്നില്ല. മലയാളത്തിലെ പഴയ സിനിമാ പാട്ടെഴുത്തുകാരെല്ലാവരും പാടുന്നവരായിരുന്നില്ല. പക്ഷേ പാടുന്നവരാകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാ പാട്ടുകളും ട്യൂണിട്ടാണ്. ആദ്യം ട്യൂൺ തരുന്നു, അതിനുശേഷമാണ് വരികൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ അല്ലെങ്കിൽ സംഗീതം അറിയാവുന്ന ഒരാൾ വരികൾ എഴുതുമ്പോൾ ആ വരികൾക്ക് കൂടുതൽ ഒരു ഒഴുക്കുണ്ടാവും. ഒഴുക്കെന്ന് വെച്ചാൽ ഒരു കല്ലുകടിയും ഇല്ലാതെ ആ വാക്കുകളെ ഘടിപ്പിക്കാനും ഒക്കെ ഈ സംഗീതം അറിയുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കവികൾ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് അത് അങ്ങനെ ചെയ്യാൻ കഴിയും പാട്ടുകാർക്ക്. അതെ, അതാണ് അതിനുള്ള ഗുണം. ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന പാട്ടുകളുണ്ടല്ലോ, അപ്പൊ ഈ ഗായകര് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് അതിൽ വരുത്തിയിട്ടുണ്ടോ? ഇൻ കേസ് അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ വിഷമമാവാറുണ്ടോ? അല്ല, അത് സംഗീത സംവിധായകന്റെ ജോലിയാണല്ലോ. നമ്മൾ പാട്ട് എഴുതുന്നു, അവര് ഈണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്ത് വേണമെങ്കിൽ മ്യൂസിക്കലി ചെയ്യാനുള്ളത് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് എപ്പോഴും സംഗീത സംവിധായകന്റെ കയ്യിലാണ്. അതിൽ ലിറിസിസ്റ്റിന് പങ്കില്ല ആക്ച്വലി. പക്ഷെ അത് ചിലപ്പോൾ ചിലതിന് ഇംപ്രവൈസേഷൻ ആവശ്യമാകും ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അത് ആവശ്യമുള്ള സംഗീത സംവിധായകർ ഗായകരുടെ അടുത്ത് അത് സ്വീകരിക്കും. അങ്ങനെയാണ് പോവാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ വരികൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊരു പാട്ട് സാറിനെ നോക്കിക്കഴിഞ്ഞാലും ഒരു സ്റ്റോറി ടെല്ലിംഗ് വേ നമ്മൾ അതിൽ കാണുന്നുണ്ട്. ഒരു കഥ പറയുന്ന പോലെ ഒരു ഏത് പിള്ളേർക്ക് കേട്ടാൽ പോലും മനസ്സിലാവുന്ന പോലത്തെ വരികളാണ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, ആർക്ക് കേട്ടാലും മനസ്സിലാവും, ഒട്ടും ബുദ്ധിമുട്ടുകളില്ല. അത്തരത്തിലുള്ള സോങ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അത് തീർച്ചയായിട്ടും ഞാൻ
നമ്മൾ എപ്പോഴും നമുക്ക് മാതൃക നമ്മുടെ മുന്നിൽ ഈ സിനിമയിൽ വന്ന് പാട്ട് എഴുതിയിട്ടുള്ളവരും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആണ് നമ്മളെ എപ്പോഴും എഴുത്തിൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ എനിക്ക് എഴുത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ മൺമറഞ്ഞു പോയ ഒരുപാട് കവികളും ഇവരൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ലളിതമായി നിൽക്കും. സിനിമാ പാട്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു കവിതയാണ്. സാധാരണക്കാരന് മനസ്സിലാവുകയും കേട്ട മാത്രയിൽ മനസ്സിലാവുകയും അവനത് ഏറ്റുപാടാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകളായിരിക്കണം സിനിമാ പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റത് ഇത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും ഈസി ആയിട്ട് മൂളാൻ കഴിയുന്ന വരികളും അവനെളുപ്പം മനസ്സിലാവും. കേട്ട മാത്രയിൽ ഒരു ഇമേജ് നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, അതായത് കേൾവിക്കാരന് നമ്മളൊരു ചിത്രം വരച്ചു കൊടുക്കുകയാണ് ഈ പാട്ടിലൂടെ. അപ്പോൾ അവനത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. അങ്ങനത്തെ വരികളാണെങ്കിൽ അത് വളരെയധികം ജനങ്ങളിലേക്ക് സ്പർശിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതെ. ഈ നമ്മുടെ കോബ്ര മൂവിയിലെ സോങ് ഉണ്ടല്ലോ, അപ്പൊ ആ പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഞാനൊക്കെ ചെറിയ കൊച്ചാ, സ്കൂളിൽ പഠിക്കുക. പക്ഷെ എനിക്ക് പോലും ഇപ്പൊ ലാലു ലക്സ് മുകളിൽ ഇരുന്നത് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ നെഞ്ചിനുള്ളില് അതെ, അതിനകത്ത് രണ്ടിടങ്ങളിൽ പൈതങ്ങളുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ഈ പെൺപിള്ളേരെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പൊ അന്ന് മനസ്സിലാവുന്നുണ്ട്. വിജയിച്ചു. അത് അത്ര ചെറുപ്പത്തിലേ എനിക്കത് മനസ്സിലായി. ആ പാട്ട് എങ്ങനെയാ സംഭവിച്ചത്? ആ പാട്ട് അത് ഞങ്ങള് ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ. അലക്സ് പോളേട്ടനാണ് അറിയാം. അപ്പോൾ ഒരുപക്ഷെ എന്നെ മുമ്പുള്ള ഇന്റർവ്യൂ കണ്ടുള്ള എല്ലാവർക്കും അറിയാം. അലക്സ് പോളേട്ടൻ്റെ ഒപ്പമാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ റിലീസ് പാട്ടെന്ന് പറയുന്നത് ചതിക്കാത്ത എന്തുമാണ്. വളരെ കാലം അലക്സ് പോളേട്ടൻ്റെ വർക്കുകൾക്കെല്ലാം കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഒരുപാട് പടങ്ങൾ അലക്സ് പോളേട്ടനാണ് എനിക്ക് തന്നിട്ടുള്ളത്, ഒരുപാട് പടങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പടമാണ് കോബ്ര. അപ്പോൾ ആ കോബ്ര ലാലേട്ടൻ്റെ പ്രൊഡക്ഷൻ, ലാലേട്ടൻ്റെ എല്ലാം ഡയറക്ഷനിലൊക്കെ ആയിട്ടുള്ള പടം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത് ആ കഥാപാത്രങ്ങൾ, അതിൻ്റെ ഒരു മൊത്തം പശ്ചാത്തലം, അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കഥ പറയുന്ന പോലെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടാണ്. ട്യൂണിട്ടും എഴുതി ട്യൂണിട്ടും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായ രസകരമായ ഒരു വർക്കാണ് കോബ്രയുടെ പാട്ടുകളുണ്ടായത്. അതൊക്കെ രസകരമായിട്ടുള്ള ഏറ്റവും കോമൺ എന്താ പറയാ, നമ്മള് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. അതെ. അപ്പം സോങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയാ, എപ്പോഴും ഒരു എന്താ അതിന് പറയണ്ടേ, ഭയങ്കരമായിട്ടുള്ള സാഹിത്യം വരണം എന്നില്ലല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് പാട്ട് എഴുതുമ്പോൾ സിനിമയുടെ പശ്ചാത്തലം എന്താണോ, അതിന്റെ കഥാപാത്രം എന്താണോ, അതായത് ഇപ്പൊ ചതിക്കാത്ത ചന്ദ്രു ലവ് ലെറ്റർ എന്ന് എഴുതാം. അതേസമയം വടക്കം വീരഗാഥയിൽ അത് എഴുതാൻ പറ്റില്ല. മനസ്സിലായില്ലേ? രണ്ടും ജന്തു തന്നെയാണ്. അപ്പോൾ അതിനതിൻ്റെതായ പ്രൗഢിയും വ്യത്യാസവും വേറെയുണ്ട്. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ഭാഷ, ആ കഥാപാത്രത്തിന്റെ അവന്റെ സംസ്കാരം എന്താണോ അതാണ്. അതായത് അവൻ വളർന്നു പോരുന്ന ഇപ്പോൾ ഒരു ചുറ്റുപാട് എന്താണ്, അത് നമ്മൾ നോക്കണം. ഇവനൊരു സാഹിത്യകാരനാണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവന് സാഹിത്യപരമായിട്ടുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. അല്ലാത്തവന് വളരെ പച്ച മലയാളത്തിൽ അവൻ്റെ മനസ്സിനെ മോഹം ചിലപ്പോൾ അവൻ പറയുമായിരിക്കാം. അവൻ്റെ കാമുകിയോട് പറയുമ്പോൾ ആ പച്ച മലയാളത്തിൽ എനിക്കിതിൻ്റെ ഇന്നതുപോലെ ഇഷ്ടമാണ്, ജീവന്റെ ജീവനാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവൻ അവിടെ വലിയ സാഹിത്യം പറയില്ലല്ലോ ഒരിക്കലും. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് ഈ പാട്ടെഴുത്തിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നമ്മൾ കവി അതായിത്തീരണം. എഴുതുന്ന ആള് അയാളുടെ മനസ്സിലെ ചിന്തകളെ എങ്ങനെ അയാളുടെ ഭാഷയിലൂടെ നമുക്ക് സിനിമയിലേക്ക് വയ്ക്കാം എന്നുള്ളതാണ് പാട്ടെഴുത്തിൻ്റെ ഒരു കാര്യം. അതുപോലെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ നമ്മളിങ്ങനെ കേട്ട് മൈൻഡിൽ ഇപ്പോഴും, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളൊരു ഒരുമിച്ച് സംസാരിച്ച് ഇറങ്ങിപ്പോയാൽ പോലെ ഒരു വിട പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അപ്പോൾ ഏതൊരു കോൺവെർസേഷനിലും ഒക്കെ കയറി വരുന്നതും മൂവിയിലാണെങ്കിലും അത്രയും ആ ഒരു സീനിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് കൊടുത്തിട്ടുള്ള ഒരു സോങ് ആണ്. ആ സോങ്ങിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്തായിരിക്കും? അതെനിക്ക് തോന്നുന്നു 2009 അമലിന്റെ ആദ്യത്തെ സിനിമയാണ് ബിഗ് ബി. അപ്പോൾ അന്ന് അൻവർ റഷീദാണ് എന്നെ അമലിന്റെ അടുത്തേക്ക്, അൻവറിന്റെ പടത്തിലും അമലിന്റെ പടത്തിലും ഒരേ സമയം അവരുടെ രണ്ടുപേരുടെയും അൻവറിന്റെ രണ്ടാമത്തെ മൂവിയായി തോന്നുന്നു, അതായത് ഛോട്ടാ മുംബൈ. ഒരേ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മളൊരു പരിചയം മൂലം അൻവർ തന്നെ എന്നെ അമലിന്റെ അടുത്തേക്ക് അയക്കായിരുന്നു. അപ്പോൾ അമലിന്റെ അടുത്ത് നിന്ന് പാട്ട് കേട്ടു, ഈ സിറ്റുവേഷൻ എല്ലാം കേട്ടു, ഈ ട്യൂൺ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അടുത്ത് ഇതാണ് സംഗതി എന്നുള്ള ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ ട്യൂൺ കേട്ടപ്പോൾ അവിടെ എനിക്ക് അപ്പം തന്നെ മനസ്സിൽ കൊളുത്തിയ വരിയാണ് വിട പറയുകയാണെന്നുള്ളത്. പിന്നെ അത് വെച്ച് നമ്മൾ കുറച്ച് നാളുകളൊക്കെ എടുത്ത് അത് എഴുതി ആറ്റിക്കുറുക്കി എടുത്തൊരു പാട്ടാണത്. പിന്നെ ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രേയാ ഘോഷാൽ ആദ്യമായിട്ട്
മലയാളത്തിൽ പാടുന്ന പാട്ടാണ് ഉം. വിട പറയുകയാണ്. പാടുന്ന അതാണ് പാട്ട്. പാട്ടിന്റെ അപ്പൊ ശ്രേയാ back story. ഘോഷാലിനെ നമ്മള് ആദ്യമായിട്ട് ഉം. അതൊരു നോൺ മലയാളി ആയിട്ടുള്ള ഒരാളാണ്. ഉം. പുള്ളിക്കാരി പാടുന്നു, സാർ എഴുതിയ വരികള്. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഒരു മലയാളി അല്ലാത്ത ഒരാളെന്ന് പറയുമ്പോ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഇങ്ങനെ വരുമെന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഞാനത് മുൻപൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ശ്രേയാ ഘോഷാലിനെ ഞാൻ ഈ എന്താ പറയുക, ഒരു കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഹിന്ദി പാട്ടുകളുമായിട്ട് ഒക്കെ വളരെ ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുക. കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കാറൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ സിനിമയ്ക്ക് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ശ്രേയാ ഘോഷാലിനെ ഞാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ശ്രേയാ ഘോഷാലാണ് പാടിക്കണേ, അതറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ നമ്മളറിയുന്നില്ലല്ലോ. കഴിഞ്ഞാൽ അത് അവർ ബോംബെയിൽ ഒക്കെ എപ്പോഴോ പോയി പാടിക്കുന്നു, നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ജോലിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴായിരിക്കും സംഗീത സംവിധായകൻ അവിടെ അതിൻ്റെ ആ സിനിമയുടെ ബാക്കി വർക്കുകൾ അവിടെ നടത്തുന്നുണ്ടാവുക. അപ്പോൾ ആ കൂടുതൽ ശ്രേയ പാടി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്കറിയില്ല. അപ്പോഴാണ് ഞാനിത് അന്വേഷിക്കുന്നത്, ശ്രേയ ഘോഷാലാണ് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ. അതാണ് സത്യം. അപ്പൊ പിന്നെ ഒരുപാട് പാട്ടുകൾ പാടിയോ ശ്രേയ? അതെ. എൻ്റെ ഒരുപാട് പാട്ടുകൾ. ഈ ഒരു മലയാളി അല്ലാത്ത ഒരാളെന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. അത് മലയാളികൾക്ക് മാത്രം വഴങ്ങുന്ന ചില അല്ല, ഇത് ഈ ഒരു പാട്ട് കേട്ട് അക്ഷരങ്ങളുണ്ടല്ലോ. കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് മാറി. കാരണം വെച്ചാൽ അങ്ങനെ ചില ഗായകരുണ്ട് നമുക്ക്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ കാർത്തിക് മലയാളം പാടാൻ വേണ്ടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എഴുതിയെടുക്കുന്നത് തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഈ എല്ലാ ലാംഗ്വേജും ഉപയോഗിച്ചിട്ടാണ് ഒരു പാട്ട് എഴുതുന്നത്. അതായത് കറക്റ്റായിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് ലാംഗ്വേജിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള അത് എഴുതും. അതായത് കറക്റ്റായിട്ട് അത് പാടാൻ വേണ്ടിയിട്ട് അത്ര ഡെഡിക്കേറ്റഡ് ആണ് ഇവരൊക്കെ. ഇപ്പോൾ കാർത്തിക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശ്രേയക ആവട്ടെ, ഇവരെല്ലാം അവർക്ക് ഇത് പറയാനായിട്ട് അത് ഏത് ലാംഗ്വേജിലാണ് ആ വേർഡുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അത് വെച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത് ഇവര്. അപ്പൊ അതായത് ഇപ്പൊ ഇംഗ്ലീഷിൽ എല്ലേ എന്ന് എഴുതി കഴിഞ്ഞാൽ ലാന്നും പാടാം, ളാന്നും പാടാം. ഇതിൽ ഏത് അവിടെ പാടണം എന്നുള്ളത് ലാംഗ്വേജ് അറിയുന്നവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ മലയാളം, അവിടെ തന്നെ ലായും ഉണ്ട്. MALAYALA മലയാളം എന്ന് പറയാം. അപ്പൊ മലയാളം എന്നും പറയാം. അപ്പൊ ഇത് എവിടെയാണ് എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെയ്യും. അപ്പൊ അത്ര ഡെഡിക്കേറ്റഡ് ആണ് അവർ. അതുപോലെ അവർ നമ്മൾ പാടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാക്ക് എങ്ങനെ പോകുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ഇവര് ശ്രദ്ധിക്കും. എന്നിട്ടാണ് പാടുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പാടി വന്ന് ശ്രേയ മലയാളം പാടി കഴിഞ്ഞാൽ ആൾക്ക് എന്തും പറയാനില്ല, മനസ്സിലാവുന്ന പോലും ഇല്ല. മലയാളി അല്ല പാടിക്കണമെന്ന് തോന്നുന്നു പോലും. ചിലപ്പോ മലയാളി പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർ പാടിയിട്ടുണ്ട്. ഭയങ്കര ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, അതിന്റെ ഹാർഡ് വർക്കിംഗ് അല്ലേ. ഏറ്റവും ഇതുപോലെ ചെറിയ സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ എഴുതിയ പാട്ടുകള് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതൊക്കെയായിരിക്കും? പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എഴുതിയ പാട്ട്, 1 മണിക്കൂറുണ്ട് അല്ലേ എഴുതിയ പാട്ടുകളുണ്ട്. അത് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു പാട്ടെന്ന് വെച്ചാൽ എനിക്കത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അതായത് പാവ സിനിമയിലത്തെ പൊടിമീശ മുളയ്ക്കുന്ന കാലം എന്നുള്ള പാട്ട്. ഈ പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എഴുതുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ്, അല്ലെങ്കിൽ എൻ്റെ റൂം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പേസിൽ ഇരുന്നിട്ട് ഞാൻ എപ്പോഴും എഴുതുള്ളൂ. ഒരിക്കലും ആരുടെയും കൂടെ ഇരുന്ന് എഴുതാറില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ പാവയുടെ സൂരജ് ഡയറക്ടറും ആനന്ദ് മസൂദൻ മ്യൂസിക് ഡയറക്ടറും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാണ് ഈ പൊടിമീശ മുളയ്ക്കുന്ന കാലങ്ങൾ. ഞാനങ്ങനെ ആരുടെയും മുമ്പിൽ ഇരുന്ന് എഴുതാറില്ല. പക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ഇരുന്ന് എഴുതിയ അതോടുകൂടി ആ പാട്ട് എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചെയ്ത പാട്ടാണത്. പക്ഷെ ആ സിനിമയുടെ ആദ്യം നമ്മൾ ആ സിനിമയെ കുറിച്ച് എന്താ പറയാ ഒരു അട്രാക്ട് ചെയ്തത് ആ ഒരു സോങ് തന്നെയായിരുന്നു. അത് എത്ര അടിപൊളിയായിട്ടാ. അതായത് പൊടിമീശ മുളയ്ക്കുന്ന പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ പ്രേമം തോന്നുന്നത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ ഇടനെഞ്ചില് ബാൻഡടി മേളം, അതായത് അപ്പൊ ആ ഒരു ടീനേജുകാരന്റെ മനസ്സിൽ റിലേറ്റബിൾ അതായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാനൊരു ടീനേജുകാരനാണെന്ന് വിചാരിച്ച് എഴുതുന്നതാണോ? അങ്ങനെയല്ല. നമ്മളെ പലപ്പോഴും നമ്മുടെ ലൈഫും പ്രസന്റ് കാല സിനിമയും ഒന്നും തമ്മിൽ ഇതില്ലല്ലോ. കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിലപ്പം എത്രയോ കാലം മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തിരിച്ചു പോകാൻ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് ആ ഒരു സമയത്തെ തോന്നലുകൾ മാത്രമാണ്. അതിന് നമ്മളതായിത്തീരുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മനഃപൂർവ്വം ആലോചിക്കുകയാണല്ലോ എന്താണ് എഴുതുക. അപ്പൊ അങ്ങനെ അവനാണെങ്കിൽ എന്ത് പറയും എന്നൊക്കെ പറയുന്നു. ഇതിന് വ്യക്തമായ കഥയുണ്ടായിരുന്നു. പാവയുടെ ഇതിനകത്ത് രണ്ടുപേരുടെ പ്രണയം, രണ്ടുപേരും ഒരേ പെൺകുട്ടിയെ പ്രണയിക്കുകയും അവള് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സംഗതി. അപ്പൊ ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വരുന്ന പാട്ടുകളും അൺഎക്സ്പെക്ടഡ് ആയിട്ട് അത്ര മനോഹരമായിരിക്കും. അതെ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആ പാട്ട് ജയേട്ടൻ പാടിയപ്പോഴാണ് ഇത്രയും. അതായത് ജയേട്ടന് പാട്ട് വന്ന് കേട്ട ശേഷം അന്ന് കേട്ടു ഇത് കൊള്ളാലോ. അപ്പോൾ ജയേട്ടൻ പിന്നെ പാടാം, ഇത് പാട്ടൊക്കെ കേട്ടൊന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാടാമെന്ന് പറഞ്ഞ് വന്ന ആള് ആ പാട്ട് കേട്ടിട്ട് ഇല്ല ഇനി പാടിയിട്ടേ പോകുള്ളൂ. അവിടെ നിന്ന് പാടി 3/4 മണിക്കൂറിൽ പാട്ട് പാടി
ആ പാടിയ പാട്ടാണ് ആ പാട്ട്. 3/4 പെട്ടെന്ന് മണിക്കൂറിൽ സംഭവിച്ച്. ആണ് അദ്ദേഹത്തിലേക്ക് എക്സ്പീരിയൻസ് ആണത്. 3/4 മണിക്കൂറിൽ ആ പാട്ട് പഠിച്ച് അത് പാടി മനോഹരമായി പാടി അത് ഒരു അരമണിക്കൂർ അത് ഷൂട്ടും ചെയ്തിട്ടാണ് ആള് പോയി ഊണ് കഴിച്ചത്. അത് അത്രയും ചേട്ടന് ഈ പാട്ടിനോട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. അല്ല അത്രയും അതുകൊണ്ടാണ് ആ റെൻഡറിങ് കേട്ടാ അറിയാലോ. അതെ. ഇതുപോലെ പെട്ടെന്ന് സംഭവിച്ച മറ്റൊരു പാട്ട് ഏതായിരിക്കും? വല്ലാത്തൊരു ടെൻഷനിലൊക്കെ ചെയ്തിട്ടുള്ള പാട്ട് ഉം. വളരെ പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത പാട്ടാണ്. തുടക്കം മാംഗല്യം അങ്ങനെ ചെയ്ത പാട്ടാണ്. ആ. അത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇന്നാണ് പാട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഉം. പിന്നെ അപ്പോൾ അതിന് കൃത്യമായൊരു ആശയം ഉണ്ടായിരുന്നതുകൊണ്ട് എന്താണ് അതിനകത്ത് പറയേണ്ടത്, കല്യാണം കഴിച്ചാൽ നീ കുടുങ്ങും എന്നുള്ളൊരു ആശയം ഉം. ആണ് പറയേണ്ടത് എന്നുള്ളത് ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ എളുപ്പം എഴുതാൻ പറ്റി. ആ പാട്ട് അതുപോലെ ആണ് സംഭവിച്ചത്. മറ്റേ തുടക്കം മാംഗല്യം തന്തുനാന അതൊരു ഹാപ്പിനെസ് ആക്കി. അതെ അല്ല അത് പിന്നെ അതെ തിരിച്ച് പിന്നെ പിന്നെ ജീവിതം ജീവിതം ധുംധനാണ്. ദുംദാനന. ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേകിച്ച് മീനിങ് ഇല്ലാത്ത 2 വാക്കുകൾ. പക്ഷെ മീനിങ് വന്നു. അതെ മീനിങ് വരും. നേരത്തെ പറഞ്ഞ പോലെ അതൊരു മീനിങ് മേക്ക് ചെയ്യാണ് അവിടെ. അതെ എവിടെ മീനിങ് അത് മേക്ക് സെൻസ് ചെയ്യാണ്. കിട്ടുമല്ലോ, അത് കേൾക്കുന്നവർക്ക് സെൻസ് എന്താണ് പറയുന്നത്. ആ. മാംഗല്യം തന്തുനാന നവജീവന ഹേതുന എന്നുള്ളത് അതെ മന്ത്രമാണ്. മന്ത്രമാണ്. അപ്പോൾ അതിൻ്റെ അതിനകത്തോട് നമ്മൾ അർത്ഥമില്ലാത്ത വാക്ക് ചേർത്ത് അതിന് ഉൾട്ട അതിന്റെ അർത്ഥം തിരിച്ചു എന്ന് മാത്രം. ട്രോൾസ് വരുന്നത് ഇതുപോലെ തന്നെ ഡബ്ബിംഗ് സോങ്സിനകത്തില് ശരിക്കും ആ ഒരു മലയാളം തമിഴ് സിനിമ തിരിച്ചു മാറ്റുന്നതിനകത്ത് പക്ക അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വരുന്നത്. അത് ഭയങ്കര കോമഡി ആയിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ കാണിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ ചിരി വരാറുണ്ടോ? തീർച്ചയായിട്ടും ചിരിക്കണമല്ലോ. കാരണം അതെന്ന് വെച്ചാൽ നമ്മള് ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ കൃത്യമായ ഒരു അർപ്പണത്തോട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് എഴുതി ഇതാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഒന്നാമത് ഈ ഭയങ്കര അടിപൊളി പാട്ടുകളാണെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു പ്രാസം ഉണ്ടല്ലോ, അവരുടെ ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ അതേപടി എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ട്രോളാണ്, ഷുവർ ട്രോളായിരിക്കും. അങ്ങനെ എഴുതരുത്. അത് ആദ്യത്തെ ചെയ്യേണ്ട കാര്യം. ആ കണ്ടന്റിനെ പിടിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഷുവറാണ്. ഞാൻ ഒരുപാട് പാട്ടിൽ എഴുതിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അത് രസവുമാണ്. കാര്യം ഇത് മാത്രമല്ല, അവരുടെ പലപ്പോഴും ഇപ്പൊ കന്നഡത്തിൽ നിന്നൊക്കെ വരുന്ന ട്യൂണുകൾ ഭയങ്കര മെലഡിയസ് ആയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൽ പോലും ചിലപ്പോൾ ഇല്ലാത്ത തരത്തിലുള്ള അത്രയും ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ള ഈണങ്ങളാണ് വരുന്നത്. അതിന് നമുക്ക് മലയാളം സുഖമായിട്ട് എഴുതാൻ പറ്റും. കാര്യം നമ്മുടെ ഭാഷയുടെ കൂടി സംഗീതമാണത്. അപ്പോൾ അത് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എഴുത്തുകാരനും നല്ലോണം ചെയ്യാൻ പറ്റും. പിന്നെ ഓടിച്ചെഴുതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കേൾക്കുകയും കേട്ട ഉടനെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങോട്ട് അത് തന്നെ എഴുതി വെച്ചാൽ അത് അങ്ങനെ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ നമുക്ക് ചിരി വരുന്നത്. അല്ലാതെ അതിനുവേണ്ടി അർപ്പണത്തോടുകൂടി ചെയ്താൽ ഒരു കുഴപ്പമില്ല, നല്ല പാട്ടുകളുണ്ടാകാം. കുറച്ചുകൂടെ ഒന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ അല്ലേ? ടൈം പോലും വേണ്ട. നമ്മുടെ ഈ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടായാൽ മതി. എഴുത്തുകാരെ സംബന്ധിച്ച് അങ്ങനെ ടൈമൊന്നും ഭയങ്കരമായി ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ ഡബ്ബിംഗ് പാട്ടിൽ എഴുതുമ്പോൾ ഓൾറെഡി അവിടെ ഒരു തീമുണ്ട്. നമ്മൾ പുതിയ തീം കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ ഉണ്ട്, എല്ലാം റെഡിയാണ്. അപ്പൊ അതിനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് എങ്ങനെ ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. നമ്മുടെ KL10 2015 ഇറങ്ങിയ മൂവി. അപ്പൊ അതിനകത്തില് ദുനിയാവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അതെ അപ്പൊ അതിനകത്തില് ഒരു വരി ഉണ്ടായിരുന്നു. ഞാനതൊന്ന് ആ ഒരു വരി എന്താണെന്ന് വായിക്കാം. ഭൂതക്കണ്ണാടി കൊണ്ട് ചെറുതിനെ വലുതായി കാണും മാനവര്. നീർപ്പോള പോലെയാണ് ഈ വാഴ വന്ന ഹക്കീക്കത്ത്. കാണാതെ പോയതാണ് മനുജന് മുസീബത്ത്. അപ്പൊ അത് ഒരു ചെറിയൊരു ജീവിതമേ ഉള്ളൂ, അതെല്ലാവരും മനസ്സിലാക്കണം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇവിടെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിറിക്സ് തന്നെ ആയിരുന്നോ ആദ്യം തന്നെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നത്? അതായത് അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃത്യമായ ധാരണയോട് കൂടി എഴുതിയ പാട്ടാണ്. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയ ശേഷം ബിജി ട്യൂൺ ചെയ്തതാ. ദുനിയാവിൻ മൈതാനത്ത് കളിപ്പന്തും വിട്ടുകൊടുത്ത് കളി കാണാനിരിക്കുന്ന ദൈവം, അതുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ കളിച്ച് എന്താ പറയുക കുഴപ്പത്തിലാവുന്നു, ചിലർ രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ളൊരു ജീവിതമാണല്ലോ, ഭൂമിയും ദൈവവും തമ്മിലുള്ള ബന്ധം അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ട് ഇതിൽ ആ ജിന്നു എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ സിനിമയിൽ, ശ്രീനാഥ് ബാസി ചെയ്തത്. അപ്പോൾ അയാളുടെ കാഴ്ചപ്പാടിലുള്ള സാധനമായിട്ടാണ് ഇത് മൊഹസിൻ ബരാരി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് എഴുതിയ ശേഷം ട്യൂൺ ചെയ്തത്, അല്ലാണ്ട് അതിനകത്ത് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പാട്ടിൽ ഉടനീളം അങ്ങനെ തന്നെയാണ്. വരികള് എന്താ പറയുക, ചില വാക്കുകൾ കുറച്ച് എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ വാക്കുകൾ, കുറച്ച് കട്ടിയുള്ള വാക്കുകൾ. അത് അറബി മലയാളം ആയിരിക്കും. ഇതൊക്കെ എനിക്ക് റെഫറൻസിലാണ്ട് എഴുതാൻ പറ്റില്ല. ഞാനത് റെഫർ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വരികളൊക്കെ കിട്ടാനായിട്ട് റെഫറൻസിന് വായിച്ചാൽ മാത്രം മനസ്സിലാവത്തില്ലല്ലോ. ഈ ഹക്കീക്കത്ത്, മുസീബത്ത് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കിട്ടാനായിട്ട്. അല്ല, അത് നോർമലി നമ്മൾ ഈ മാപ്പിള പാട്ടുകൾ ഒരു കേൾവി ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഇത് കിട്ടും. ഇപ്പൊ നമ്മൾ ഓൾറെഡി എഴുത്തുകാരായതുകൊണ്ട് നമ്മൾ പല വാക്കുകളും കിട്ടുമ്പോൾ നമുക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം അറിഞ്ഞു വയ്ക്കും. അങ്ങനത്തെ കാര്യം നമുക്ക് പല ആവശ്യങ്ങളും വരുമല്ലോ. അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കും. പിന്നെ വായിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന എല്ലാം. ഒരു വായന കൊണ്ടാണ് എല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ലല്ലോ.
പുസ്തകങ്ങളിലല്ലേ ഉള്ളൂ. ഉം. അപ്പൊ ആ ഒരു ഇത് ഇന്ന് നമുക്ക് കൂട്ടുണ്ട്. ഇപ്പൊ പിന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് സങ്കേതങ്ങളല്ലേ കയ്യിലുള്ളത്. അതെ. ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഒരു സിനിമയിലെ സോങ്സ് എല്ലാം മിക്കതും ഒരു ആള് തന്നെ ആയിരിക്കുമല്ലോ അതെ, എഴുതുന്നത്. അതെ, അതെ. പക്ഷെ ഇപ്പം പിന്നെയും കുറെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഒരുപാട് പേര് എഴുതാറുണ്ട്. ഒരുപാട് 5 പേര് പാട്ടിനെങ്കിൽ 5 പാട്ട് അതെ. എഴുതാറുണ്ട്. ശരിക്കും പറഞ്ഞാല് അത് പേഴ്സണലി എന്താ സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? അത് ഓക്കെ അത് ആണോ? ഓക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ അത് ഈ സിനിമയുടെ വേഗത, അതായത് പ്രൊഡക്ഷന്റെ വേഗത മാറി. ഉം. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര സിനിമ വരുമായിരുന്നു? ഉം. ഇന്ന് അതിന്റെ 4 ഇരട്ടി 5 ഇരട്ടി സിനിമകളാണ് വരുന്നത്. ഉം. അപ്പൊ ഇത്രയും സിനിമകൾ വരുന്ന സമയത്ത് ഇതിന് പലപ്പോഴും പാട്ടിലേക്ക്, പണ്ടെന്ന് പറഞ്ഞാൽ പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, പാട്ടിന് വേണ്ടി നീക്കി വെക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു. ഉം. ഒരു ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച പാട്ടുകളുടെ കമ്പോസിങ്ങിനും അതിൻ്റെ എഴുത്തിനും ഒക്കെ ആയിട്ട് സംവിധായകനും സംഗീത സംവിധായകനും എഴുത്തുകാരനും, അതായത് സ്ക്രിപ്റ്റ് റൈറ്ററും ലിറിസിസ്റ്റും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉം. ഇത് കഴിഞ്ഞ് അത് മാഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെ പെട്ടെന്ന് പാട്ടുകളുടെ ആവശ്യം വരികയും പെട്ടെന്ന് പാട്ടുകൾ വേണം. അപ്പോൾ ഒരാളെ തന്നെ ഏൽപ്പിച്ചാൽ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ എഴുതാൻ പറ്റും. നമുക്ക് 4 പാട്ട് എഴുതാൻ പറ്റും. ഉം. ചിലപ്പോൾ 5 പാട്ട് എഴുതാൻ പറ്റും. അതേസമയം പെട്ടെന്ന് ഇത്രയും പാട്ടുകൾ വേണം, ട്യൂണുകളൊക്കെ റെഡിയാണ് എന്ന് പറയുമ്പോൾ ഇത് 4 പേരെ ഏൽപ്പിക്കുകയാണ്. ഒരേ സമയത്ത് 4 പാട്ട് കഴിഞ്ഞു. മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാണ്ട് നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും, അപ്പോൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ നാളെ കൊണ്ട് 5 പാട്ട് എഴുതി തരാമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഉം. ഞാൻ ഇന്ന് ഒരു പാട്ട് എഴുതാൻ ശ്രമിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമ്മുടെ മൂഡ്, എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതാണല്ലോ. ഉം. അതാണ് അതിന്റെ കാര്യം. ആ ഒരു കാരണം കൊണ്ട് മാത്രം, അല്ലാണ്ട് വേറൊരാള് കോവർക്ക് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. അത് തീർച്ചയായിട്ടും കാര്യം സിനിമയുടെ ആവശ്യം നടക്കുക എന്നുള്ളതാണല്ലോ. അവിടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒരേ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതെ. ബട്ട് സ്റ്റിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമോ എല്ലാവരും തമ്മിൽ അത് ഇൻഡസ്ട്രിയിൽ? നമുക്കിപ്പോൾ ആരോടും കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ നമ്മൾ സെൽഫായിട്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചിട്ടയും ഇതുണ്ട്. അങ്ങനെ ഞാൻ എഴുതുള്ളൂ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാട്ടിൻ്റെ ആ ഒരു ഇത് നിലനിൽക്കും. എൻ്റെ ശൈലി നിൽക്കും. അപ്പോൾ എൻ്റെ ശൈലി എടുത്ത് അറിയാൻ, ഇപ്പോൾ ഫോളോ ചെയ്ത് ആൾക്കാണെങ്കിൽ എടുത്തറിയാൻ പറ്റും. ഇത് സന്തോഷം എഴുതിയ പാട്ടാണെന്ന് പേര് കാണാതെ തന്നെ ചിലർക്ക് അറിയാം. അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ഉണ്ടാവുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ശീലിച്ചു പോരുന്ന ചില ചിട്ടകൾ, പാട്ടെഴുത്തിൽ നമ്മൾ ശീലിക്കുന്ന ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളെ നമ്മൾ വ്യക്തമായിട്ട് എല്ലാ പാട്ടിലും കൊടുക്കുമ്പോൾ അത് ആ ഒരാളുടെ ഇത് ഇന്നയാളാണ് എന്ന് പറയാൻ പലർക്കും പറ്റും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതെല്ലാം എനിക്കെന്നല്ല, എല്ലാ കലാകാരന്മാർക്കും, മലയാളത്തിലെ എല്ലാ സംഗീത സംവിധായകർക്കും ഉണ്ട് ആ ഒരു മാർക്ക്, എഴുത്തുകാർക്കും ഉണ്ട് ആ ഒരു മാർക്ക്. ഇപ്പം എനിക്കൊക്കെ പഴയ പല പാട്ടുകളും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു 4 വരി കേട്ടാൽ നമുക്ക് ടൈറ്റിലൊന്നും കണ്ടുണ്ടാവില്ല. ഇത് ഭാസ്കരൻ മാഷ് എഴുതിയതാ, അല്ലെങ്കിൽ ഇത് വയലാർ എഴുതിയതെന്ന് പറയാൻ പറ്റും. അങ്ങനെ നോട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്താണ് അവരുടെ സോങ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ പറയാനുള്ളത്, തീർച്ചയായിട്ടും പറയാം. അതായത് ഭാസ്കരൻ മാഷിന്റെ ഇപ്പൊ നാഴിയൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന് പറയുന്ന ലാളിത്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെമ്പിള, ഇളങ്കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വെച്ച് കണ്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഭാസ്കരൻ മാഷ്ക്ക് അത് പറ്റുള്ളൂ. വേറൊരാൾക്ക് അങ്ങനെ എഴുതാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മാർക്ക് അവിടെയുണ്ട് മറ്റേ ഭാസ്കരൻ മാഷ്ക്ക്. അതേസമയം പ്രിയ ചുംബനത്തിന്റെ ചിത്രം പതിഞ്ഞതിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം എന്ന് കേൾക്കുമ്പോൾ ഇത് വയലാറാണെന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ശൈലി അവർക്കുണ്ട്. ആ രീതി, അവരുടെ രീതികളുണ്ട് എല്ലാത്തിലും. അപ്പൊ ഇങ്ങനത്തെ ചില അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. ശ്രീമാൻ തമ്പി സാറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്, യൂസഫ് അലി സാറിന് വേറൊരു ശൈലിയുണ്ട്, ONV സാറിന് വേറൊരു ശൈലിയുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടൈറ്റിൽ കണ്ടില്ലെങ്കിലും ഇത് ഒരു നമ്മൾ പറയുന്നതിൽ വലിയ രണ്ടുപേരുടെ ഇത് സംശയമുണ്ട്. കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സാമ്യം ഉണ്ടാവും. ഇവർ നമ്മളെ എഴുത്തുകളുടെ ശൈലിക്ക് ചിലപ്പോൾ സാമ്യം ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ ഇത് ഇന്നയാൾ അല്ലെങ്കിൽ ഇന്നയാൾ ആ റൗണ്ട് വിട്ട് പോവില്ല. എന്തായാലും ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും. അങ്ങനെ നമുക്ക് ടൈറ്റിൽ കാണാതെ പറയാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ അവരുടെ പാട്ടുകളെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടും അവരുടെ ശൈലികളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ശൈലി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കുന്നുണ്ട്. അത് ചിലർ പറയാറുണ്ട് അത് അങ്ങനെ ഒരു ശൈലി ഉണ്ടെന്ന്. നമുക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷേ അതുണ്ടാവും. അത് നമ്മളൊരു ചിട്ടയിൽ പോകുമ്പോൾ, ഞാനിങ്ങനെ എഴുതുന്നൊരു ചിട്ടയിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അതായത് പണ്ടത്തെ പാട്ടുകളുണ്ടല്ലോ കൂടുതലും മനസ്സിൽ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. എത്ര വർഷം കഴിഞ്ഞാലും എല്ലാവർക്കും കേൾക്കാനായിട്ട് ഇഷ്ടം പണ്ടത്തെ പാട്ടുകളാണ്. ഇപ്പോൾ പുതിയൊരു സിനിമകൾ ഇറങ്ങി പാട്ടുകളാണെങ്കിൽ നമ്മളത് കുറച്ച് നാളത് കേട്ടാലും പിന്നീട് നമ്മൾ അത് കഴിഞ്ഞ് അടുത്തടുത്ത പാട്ട് കേട്ടു പോകും. പക്ഷെ പണ്ടത്തെ പാട്ടുകൾ ഒരുപാട് മനസ്സിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ അഭിപ്രായം യോജിക്കുന്നുണ്ടോ?
ഞാൻ അതിന് യോജിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾ കേട്ട് വളർന്നത് ആ പാട്ടിലാണല്ലോ. അപ്പം യോജിക്കുന്നുണ്ട്. ഞാനിപ്പോഴും എൻ്റെ ഡ്രൈവിൽ കേൾക്കാറുള്ളത് പഴയ പാട്ടുകളാണ്, പുതിയ പാട്ടുകളല്ല. എൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറില്ല. അത് ഞാൻ കേൾക്കുന്നത് പഴയ പാട്ടുകളാണ്. പിന്നെ വേറൊരു കാരണമുണ്ട്. നമ്മൾ ഈ പുതിയ പാട്ടുകൾ ഒരു ഇതാണെന്ന് പറയാൻ പറ്റില്ല. എത്രയോ നല്ല പാട്ടുകൾ ഇവിടെ പുതിയ ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എം ജയചന്ദ്രൻ ചേട്ടനാവട്ടെ, ബിജിപാല ആവട്ടെ, അങ്ങനെ വന്നിട്ടുള്ള ഇതിലിപ്പോൾ ജോൺസൺ മാസ്റ്റർ ആവട്ടെ, ഇപ്പൊ അവരിപ്പോ ഓൾഡിലേക്ക് പോയി. അതായത് അവരുടെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ വരുന്നത്. അപ്പൊ അവര് അതൊക്കെ മധുരങ്ങളായി. അതുപോലെ ഇവരുടെ ഒരു കാലം അല്പം കൂടി കഴിയുമ്പോൾ ഇത് മധുരമാവും. അതായത് ഇവരൊക്കെ എത്രയോ നല്ല പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ, ഒരാളെ എടുത്തു പറയുന്നില്ല, എല്ലാ ആളുകളും ചെയ്തിട്ടുള്ള നല്ല പാട്ടുകളാണ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാൻ പറയാം, പഴയ പാട്ടുകളെ കുറിച്ച് ഈ ആൾക്കാർ ഘോരഘോരം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ആകെപ്പാടെ ഒരു മീഡിയമേ ഉള്ളൂ, ആകാശവാണി എന്ന് പറഞ്ഞൊരു മീഡിയം. ഞങ്ങളുടെ തലമുറയ്ക്ക് വേറെ ഒരു എന്റർടൈൻമെന്റ് മീഡിയവും ഇല്ല. ഇനി ഇത് അതല്ലെങ്കിൽ ഒരു ബെഡ് ടൈപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് കാസറ്റ് കേൾക്കാം. അത് ആ പെർട്ടിക്കുലർ സിനിമയുടെ അതിനകത്ത് 8-10 പാട്ടുകളുള്ളൂ. അങ്ങനത്തെ ഒരു കാസറ്റിനകത്ത് ഇട്ട് കേൾക്കാം. അത് ലക്ഷറി ആണ്. അത് ഒരു വീട്ടിൽ ടേപ്പ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പാനസോണിക്കോ അല്ലെങ്കിൽ ഒരു ബെഡ് ടൈപ്പോ ഉള്ളത് ലക്ഷറി ആയിരുന്ന കാലത്താണ് ഞങ്ങളുടെ ബാല്യം, ഞങ്ങളുടെ ബാല്യകൗമാരങ്ങൾ. അപ്പോൾ അക്കാലഘട്ടത്തിൽ ഈ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ അത്താണി, അതായത് എന്റർടൈൻമെന്റിന്റെ ഇത് കംപ്ലീറ്റ് റേഡിയോ ആയിരുന്നു. ആ റേഡിയോ കാലഘട്ടത്തിൽ ഉള്ള വെച്ചാൽ അവിടുന്ന് ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം ചുരുക്കം ഒരു വർഷം. അപ്പോൾ അതിനകത്തെ എല്ലാ പാട്ടുകളും കേൾക്കുകയും പിന്നെയും പിന്നെയും കേൾക്കുകയും റിപ്പീറ്റ് കേൾക്കുകയും ആകാശവാണി ഇത് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ കേട്ടേ മതിയാവും. നിങ്ങൾക്ക് സ്വിച്ച് മാറ്റി വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ട് 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 അത് നമ്മുടെ മനസ്സിൽ പതിയുകയാണ്. പിന്നെ അത് അവിടുന്ന് പോവില്ല. അതാണ് ആ പഴയ പാട്ടുകളുടെ കാര്യം. അപ്പോൾ അതിനകത്ത് മധുരം ഉള്ള പാട്ടുകളുണ്ടാവാം, പല രീതിയിലുള്ള പാട്ടുകളുണ്ടാവാം, നല്ലതും ചീത്തയൊക്കെ പഴയതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു പോയി. ആ തലമുറ പറയുന്നു ആ പാട്ടാണ് നല്ലതെന്ന്. അവര് പുതിയത് കേൾക്കുന്നില്ല, വല്ലപ്പോഴും കേൾക്കുന്നു. അവർക്ക് ഈ നിരന്തരം മറ്റത് ജോലി ചെയ്യുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും പോയി ബസ് സ്റ്റോപ്പിൽ പോയി കാത്തു നിൽക്കുമ്പോഴും മറ്റേ ചായക്കടയിൽ നിന്നും ഒക്കെ നമ്മൾ ആകാശവാണി കൂടെ ഈ പാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ പതി. അപ്പോൾ പണ്ട് കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പറയാം, ക്ഷേത്രങ്ങളിൽ നിന്ന്, തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്ന ഭക്തിഗാനങ്ങൾ അവിടെ സ്ഥിരമിടുന്ന ഇത്രയധികം ഇതിറങ്ങുന്നില്ല. ഈ 4-5 ഡിസ്കേ ഉള്ളൂ. ഈ ഡിസ്ക് തന്നെ എല്ലാ ദിവസവും വെക്കണം. അപ്പോൾ നമുക്ക് ഇന്ന പാട്ട് കഴിഞ്ഞാൽ ഇന്ന പാട്ടാന്ന് വരെ നമുക്കറിയാം. നമ്മളോട് ആദ്യം പല്ല് വയ്ക്കുമ്പോൾ ഇന്ന പാട്ട് കേൾക്കും, അതിന് കുളിക്കാൻ പോകുമ്പോൾ അടുത്ത പാട്ട് കേൾക്കും. അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്കറിയാം, അതിൻ്റെ പിച്ച് വരെ അറിയാം. ഈ പാട്ട് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അത് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പിച്ച് നമ്മളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന പിച്ച് കറക്റ്റ് ഒരേപോലെ ആയിരിക്കും. അവിടെ ദാസേട്ടൻ പാടുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരുമിച്ച് പാടും. ഇങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു കാര്യമാണിത്. അപ്പോൾ അന്ന് ഇന്ന് ഇന്നിപ്പോ അങ്ങനെയല്ല. എനിക്ക് ഇന്ന പാട്ട് കേൾക്കണ്ട എന്നെനിക്ക് തീരുമാനിക്കാം. ഏത് കേൾക്കണം, ഏത് ഭാഷ കേൾക്കണം, എനിക്ക് കൊറിയൻ BTS കേൾക്കണോ അതോ ഇവിടുത്തെ ആരുടെയും കേൾക്കണോ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ആ തീരുമാനം കയ്യിൽ വന്നപ്പോഴാണ് ഈ പാട്ടുകളെ തള്ളി പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടമില്ലാത്ത പാട്ട് ഞാൻ കേൾക്കുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാട്ടിനോട് ഇഷ്ടമില്ലെങ്കിൽ അത് കൊള്ളില്ലാന്ന് അർത്ഥമില്ലല്ലോ ഒരിക്കലും. അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കാം. അതാണ് കാര്യം. അപ്പം അതാണ് ഈ പറയുന്ന ഒരു കാര്യം. അല്ലാണ്ട് ഇപ്പോഴും ഇഷ്ടംപോലെ നല്ല നല്ല മെലഡികൾ വരുന്നുണ്ട്, ഒരുപാട് നല്ല മെലഡികൾ വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ കേൾക്കാതെ പോകുന്നു. അതിന്റെ കാരണം ഇതാണ്, ഈ മീഡിയയുടെ അതിപ്രസരമാണ് കാരണം. വരികൾ എഴുതുന്നവരെക്കാളും കൂടുതൽ ആ മ്യൂസിക് ഡയറക്ടേഴ്സിന്, അല്ല മ്യൂസിക് ചെയ്യുന്നവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഇതിപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഗാനരചയിതാക്കൾ അറിയപ്പെടാറില്ല സംഗതിയുണ്ട്. അങ്ങനെ സംഗതി ഉണ്ട് ആക്ച്വലി. ഇപ്പോ ഒരുപാട് എഴുത്തുകാരുണ്ട്, എല്ലാവരും അറിയപ്പെടാറില്ല എന്നൊരു പ്രശ്നം അതിനകത്ത് സംഭവിക്കാറുണ്ട്. അതായത് ചിലപ്പോൾ സിനിമയുടെ പോസ്റ്ററുകളിൽ പോലും ഈ ഗാനരചയിതാക്കളുടെ പേരുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇത് ആരും മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ അത് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ തിരുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയുള്ളൂ ഞാൻ പറയുന്നത്. ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടുന്നവർക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു പാട്ട് പാടുന്നവർക്ക് വേറൊരു ഇതാണ്. കാരണം അവരൊരു പാട്ട് പാടി അവർ അപ്പൊ തന്നെ ലൈം ലൈറ്റിൽ വന്നു. അവർക്ക് ഈ ഗാനരചയിതാക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ പാട്ട് എഴുതുന്നു, പാട്ട് വരുന്നു, കഴിയുന്നു, അവരുടെ പ്രതിഫലം പറ്റി അവർ പിൻവാങ്ങുകയാണ്. പിന്നെ നമുക്ക് മെമ്പേഴ്സ് ആണെങ്കിൽ IPRS പോലത്തെ റോയൽറ്റികളൊക്കെ നമുക്ക് ചെറിയ എമൗണ്ട് നമുക്ക് വരും. ഈ കാലത്ത് പാട്ടുകൾ പ്ലേ ചെയ്യുന്നതിന്റെ നമുക്ക് വരും. അതിനകത്ത് മെമ്പർ ആവണം, അല്ലെങ്കിൽ വരില്ല. അങ്ങനെ മെമ്പർ ആയിട്ടുള്ളവർക്ക് റോയൽറ്റി കിട്ടുന്ന ഇതുണ്ട്. പക്ഷേ അതായത് ഗായകരെ പറ്റി പറയുമ്പോൾ, ഗായകർക്ക് പിന്നെ ആ പാട്ട് അവതരിപ്പിക്കാൻ വേദിയുണ്ട്. നമ്മൾക്ക് വേദികളില്ലല്ലോ, ഗാനരചയിതാക്കൾക്ക് വേദികളില്ല. അപ്പൊ അതുകൊണ്ട് അവർ കൂടുതൽ ലൈം ലൈറ്റിൽ വരും, അവരറിയപ്പെടും, അവരെ ജനം തിരിച്ചറിയും. എഴുതുന്നവരെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുന്നില്ല ഇല്ല. അത് മീഡിയ സപ്പോർട്ടാണ് എഴുതുന്നവരെ തിരിച്ചറിയാൻ. ഇപ്പൊ ഇതുപോലത്തെ ഇന്റർവ്യൂസ് കാണുമ്പോഴാണ് ഒരുപക്ഷെ എന്നെ ഒരാൾ തിരിച്ചറിയുക.
ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയാം. ഈ ഞാൻ പണ്ട് കേട്ട സോങ്സ് ഒക്കെ ഈ ആളാണോ എന്ന് ആളെ പോലും പലർക്കും മനസ്സിലാവുന്നില്ല. അറിയില്ല, ഒരുപാട് പേർക്ക് അറിയില്ല. അതെ. അത് ശരിയാണ്. അതിനാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോ മീഡിയയിലൂടെ ആണല്ലോ നമ്മളെയൊക്കെ അറിയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് ഇവരെയൊക്കെ ഞങ്ങൾക്ക് മുമ്പുള്ള എഴുത്തുകാരെയൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഉം. അതുപോലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും മീഡിയകൾ ഉണ്ടായിട്ട് നമ്മളൊക്കെ പലപ്പോഴും എല്ലാവരും മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നവരാണല്ലോ. ഉം. പിന്നെ ഈ ജനപ്രിയ പ്രോഗ്രാമുകളിലൊക്കെ കുറച്ചുകൂടി വരുമ്പോഴാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി തിരിച്ചറിയാൻ തോന്നും. കഴിഞ്ഞാൽ അതെ. ജനപ്രിയ ചാനലുകളുടെ ഹിറ്റ് ഷോസ്, ഹിറ്റ് ഷോസ്. റിയാലിറ്റി ഷോസിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തിരിച്ചറിയുമായിരിക്കും. ജഡ്ജസ് ഒക്കെ ആയിട്ട്. അങ്ങനെ തിരിച്ചറിയുമായിരിക്കും. അല്ലാതെ നോർമലി എഴുത്തുകാരെ തിരിച്ചറിയൽ വളരെ ഏത് ഇതാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഈ എഴുത്ത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പല എഴുത്തുകാരും പറയുന്ന കേട്ടിട്ടുണ്ട്, പലരെയും തിരുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. അതായത് ചില സമയം തെറ്റായിട്ട് എഴുതും. ഈ ഒരു പാട്ട് വേറൊരാളാണെന്ന് പറഞ്ഞ് ഇവര് തന്നെ കേൾക്കും. അതും ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുത്തി പിന്നെ ആ. അത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ. ഉം. ഒരു സിനിമയിൽ 3-4 ഗാനരചയിതാക്കൾ വരുമ്പോഴേക്ക്. വരുന്നു. ഉം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മള് അവരെ, അതായത് പണ്ട് കാലത്ത് ഈ നമ്മുടെ ഓഡിയോ ഇത് വരുന്നതിൽ ഉം. അവരെ അറിയിക്കേണ്ടത് അതിന് ചുമതലപ്പെട്ട ആളുകൾ സിനിമ പ്രൊഡക്ഷനിൽ ഉണ്ടാവും. ഉം. അവരെഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയപ്പോൾ 1-2 പാട്ടുകൾ ഉം. ഇന്നാൾ എഴുതിയത്, 3-4 പാട്ടുകൾ ഇന്നാൾ എഴുതി, അങ്ങനെ 2 പേര് എഴുതിയ പാട്ട് അങ്ങനെ വന്നു എന്ന് വെച്ചോളൂ. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് എവിടെയെങ്കിലും കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞു പോയാൽ പോയി. എൻ്റെ പാട്ട് വേറെ ആളുടെ പേരും അങ്ങനെ കിടക്കുന്ന പലതും ഉണ്ട് ഇപ്പോഴും. ഉം. പറ്റാവുന്നത് തിരുത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ അടുത്ത് ഇൻ പേഴ്സൺ തിരുത്തി കൊടുക്കേണ്ട വന്നൊരു അല്ല, സിറ്റുവേഷൻ ഞാൻ പറയട്ടെ, ഇത്രയും, അതായത് നമ്മുടെ കൃത്യമായിട്ട് ഒരു ഗാനരചയിതാവിനെയും സംഗീത സംവിധായകനെയും ഗായകനെയും ഒക്കെ പറയുന്നത് ആകാശവാണിയാണ്. ഉം. ഒരു പാട്ട് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ആളുകൾ. ഉം. അവിടെ ഒരു തെറ്റ് വന്നു. ഉം. ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയിൽ ഉം. അരികെ നിന്നാലും എന്ന് പറയുന്ന പാട്ട് എഴുതി ഞാനായിരുന്നെങ്കിലും ഉം. അനിൽ പനച്ചുരാന്റെ പേരാണ് വളരെ കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അനിൽ പനച്ചുരാനും അതിനകത്ത് പാട്ട് എഴുതിയിട്ടുണ്ട്. ആ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സിനിമയിലത്തെ പാട്ട് എഴുതി. പക്ഷേ ഇത് എൻ്റെയും കുറ്റമല്ല അനിലിൻ്റെയും കുറ്റമല്ല. അവിടെ ഈ പകർത്തി വന്നപ്പോൾ സംഭവിച്ചൊരു തെറ്റാണ്. പക്ഷെ ആ തെറ്റിന്റെ അപ്പൊ അതറിഞ്ഞ് വേറെ ആൾക്കാരെ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നീ എഴുതിയ പാട്ടല്ല, അതിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ കത്തെഴുതി കൊടുത്ത് അതിന്റെ തെളിവ് കൊടുത്ത് തിരുത്തി. ആ സ്പോട്ടിൽ തന്നെ വിളിച്ച്. പിന്നെ അത് നമ്മുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു പാട്ട്, ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് മാത്രമല്ല, പണ്ടത്തതിലും ഇത് സംഭവിക്കാറുണ്ട്. ചിലത് ആൾക്കാരെ പ്രഖ്യാപിക്കും ആദ്യം വയലാറിന്റെ പാട്ടാ എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ട് ഇത് വയലാറിന്റെ പാട്ടാന്ന് പറയുന്നത് അങ്ങനെ. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ആകാശവാണിയിൽ അത് തെറ്റാറില്ല എന്ന് തോന്നുന്നു. പലരും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സംഭവമൊക്കെ എപ്പോഴും ഉണ്ട്. ദേഷ്യം തോന്നാറുണ്ടോ ഇങ്ങനെ മാറ്റി ഇല്ല, ഇപ്പൊ അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാര്യം ഇപ്പൊ നമുക്ക് ആകപ്പാടെ ഇത് നമ്മളറിയുന്ന യൂട്യൂബ് മാത്രമേ ഉള്ളൂ. യൂട്യൂബിലാണ് ഒരു പാട്ട് വന്നത്, അവിടെ കൃത്യമാണോ എന്ന് നോക്കും. അത് കൃത്യമാക്കാൻ ശ്രമിക്കും. അതിപ്പോൾ വളരെ കാലങ്ങളായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവാറില്ല. എത്രയോ കാലങ്ങളായിട്ട് ഉണ്ടാവാറില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് അപ്പം നമ്മൾ തിരുത്തിയിട്ടുണ്ട്. തെറ്റായിട്ട് എഴുതിയിട്ടുള്ളവരെ നമ്മൾ വിളിച്ചു പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിനും മാർഗ്ഗങ്ങളുള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താലോ. ഇന്നതാണെന്ന് കമ്പനി അറിയിച്ചാൽ അവരപ്പം തന്നെ ചെയ്യും. അതെല്ലാവരുടെയും തമ്മിലുള്ളൊരു ഇതല്ലേ, അത് ചെയ്യും. നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ, തിരി നിർതിരി എന്ന് പറഞ്ഞ സോങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഈ സോങ് അവിടെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആയിരുന്നു. ഇവിടെയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. എങ്ങനെയായിരുന്നു ധ്യാൻ ചേട്ടൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ആ ഒരു സോങ്ങിനെ കുറിച്ചിട്ട്? ആ സിനിമ എഴുതുന്ന സമയത്ത് ഞാൻ ധ്യാനെ കണ്ടിട്ടില്ല. ഇല്ല. ധ്യാനെ കണ്ടില്ല. അത് ഷാനുമായിട്ടുള്ള ഇതാ. ഷാനുമായിട്ട് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തു, കേട്ടു. വിഷ്വൽ ഉണ്ടായിരുന്നു അവിടെ. അവർ വിഷ്വൽ എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും ആ വിഷ്വൽ കാണാൻ പറ്റിയത് കൊണ്ടാണ് എനിക്കത് ഭംഗിയായിട്ട് എഴുതാൻ പറ്റിയത്. അതാണ് എന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാലുള്ള. അതെ, ഡയറക്ടറായിട്ട് ഡയറക്റ്റ് കണ്ടേയില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ഡയറക്ടറായിട്ട് സംസാരിക്കാതെ ഇങ്ങനെ ചെയ്യുന്ന സിനിമകളും അല്ല, അത് പിന്നെ ഉണ്ട്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, തമ്മിൽ കാണാതെ ഫോണിൽ ധ്യാനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഖാമുഖം കാണുന്നത് ഈ കഴിഞ്ഞ മാസമാണ്. അതായത് മുഖാമുഖം കണ്ട് പരിചയപ്പെടുന്നത്. ധ്യാൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ധ്യാൻ അഭിനയിച്ച പടങ്ങൾ. പക്ഷെ നേരിട്ട് അങ്ങനെ സംസാരിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അത് സംഭവിക്കുന്നത്, അങ്ങനെ നേരിട്ട് കാണുന്നത്. ഇത്രയും കാലമായിട്ട് ധ്യാനിന്റെ പടത്തിൽ എഴുതിയിട്ട് പോലും ഞാൻ ധ്യാനെ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷെ അത് ഷാനുമായിട്ടില്ല. പക്ഷെ വിഷ്വലോടെ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതാണ് എന്റെ. അതെ. ഇപ്പൊ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോറി കേൾക്കുമ്പോഴേക്ക് നടൻ ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി മനസ്സിലെടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, കഥാപാത്രമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഈ സെയിം പ്രോസസ്സ് തന്നെയാണോ ഒരു ഗാനരചയിതാവിനും വരുന്നത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഒരുപക്ഷെ അവരുടെ അത്ര സ്ട്രെയിൻ നമുക്കുണ്ടാകും. നമുക്ക് മാനസികമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. നടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അർപ്പണങ്ങൾ വേണം. അതായത് ക്യാമറയുടെ മുമ്പിൽ അവരുടെ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യണം. എഴുത്തുകാരനെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻ ഉൾക്കൊണ്ടാൽ
ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ആ ഈണത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഈ ആശയത്തിനെ എങ്ങനെ നമുക്ക് ആ വിഷ്വലുകൾക്ക് അനുസൃതമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതാം. അതാണ് ഗാനരചയിതാവിൻ്റെ ഇത്. അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംവിധായകനുമായിട്ട് ചർച്ച ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു ആശയം എഴുതട്ടെ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ഇൻഡയറക്ട്ലി ഇത് തമ്മിൽ കണക്റ്റഡ് ആവും എന്നൊക്കെയുള്ള ഒരു ആശയം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് ഡയറക്ടറോട് സമ്മതിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു കാര്യം എഴുതട്ടെ, അദ്ദേഹത്തിന് അത് കൊള്ളാം, അത് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുവേണ്ടി ഇരുന്നാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്ട്രെയിൻ കഴിഞ്ഞു. അതേസമയം നടനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ലല്ലോ. എവരി ഡേ ഒരു 30-40 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സ് അവർ ആ കഥാപാത്രമായിട്ട് ഓരോ നിമിഷവും മാറിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ താരതമ്യേന എടുക്കുന്ന ഇതിന് സംഗതിയുടെ ഇതൊന്നു തന്നെയാണെങ്കിലും, ഇൻപുട്ട് നമ്മൾ എടുക്കുന്ന ഒന്ന് തന്നെയാണെങ്കിലും വളരെ വേഗം ഔട്ട്പുട്ട് കൊടുത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ആള് ഗാനരചയിതാവാണ്. നടന് ഫുൾ ടൈം അവിടെ വേണം. വ്യത്യാസമുണ്ട്. അതെ, പ്രോസസിംഗ് ടൈമും അവിടെ കുറെ കൂടെ ഉണ്ട്. അത് ഇമോഷണലി സത്യം പറഞ്ഞാൽ ഒരു കഥ കേട്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു ഇമോഷണലി വീക്ക് ആയി പോയ സിറ്റുവേഷൻ ഉണ്ടോ ഒരു സോങ് എഴുതുന്ന സമയത്ത്? അങ്ങനെയില്ല. കാര്യം നമ്മൾ അത്രയും ഇമോഷണൽ ഞാൻ പറഞ്ഞു, നമ്മൾ കഥ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ എൻ്റെ ഓർമ്മ. ഇപ്പൊ ദൃശ്യം 1 കേൾക്കുമ്പോൾ ഞാൻ ആ സിനിമ കാണുന്നത് എനിക്ക് സിനിമ കാണാൻ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അതിന് പാട്ടെഴുതിക്കുമ്പോൾ ജിത്തു അതിൻ്റെ കഥ പറഞ്ഞു തരുന്നത് ഒന്നാം സീൻ മുതൽ അവസാന സീൻ വരെ കഥേൻ്റെ അടുത്ത് പറഞ്ഞത് ഇരുന്നിരിപ്പിൽ 2 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് കഥ പറയുകയാണ്. സിനിമ ഞാൻ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് സിനിമ കണ്ടിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ ഈ മാലിവിൽ കൂടെ തീർത്തു എന്നുള്ള പാട്ട്, പിന്നെ നിഴലേ എന്നുള്ള ആരും അറിയാതെ കടന്നു പോകുന്ന പാട്ടുണ്ട്. ഈ പാട്ട് അതിൻ്റെയൊക്കെ തീമുകൾ കണ്ടെത്താൻ വേണ്ടി ഞാനും അനിൽ ജോൺസണും കൂടി നിഴലേ എന്നുള്ള പാട്ടുണ്ട്. മറ്റേ പാട്ട് ചെയ്തത് എബിയാന്ന് തോന്നുന്നു. ഇതിന്റെ പിന്നിലൊരു പെയിൻ അങ്ങനെയുണ്ടെന്നല്ലാണ്ട് നമ്മൾ ഇമോഷണലി അതുമായിട്ട് ഭയങ്കരമായിട്ട് ആ കഥയായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ആകുമ്പോഴാണല്ലോ നമുക്ക് നല്ലോണം എഴുതാൻ പറ്റുന്നത്. അത് ആ സിനിമയ്ക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽപ്പെടുത്ത് പറയാവുന്ന കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ചുരുക്ക സിനിമയിലെ നമ്മളെ ഫുൾ കഥയൊക്കെ ചിലതൊക്കെ സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടാറുണ്ട്. ചില അവർ നേരത്തെ സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയി. മറ്റേത് നമുക്കൊരു കഷ്ടം ഇത് മാത്രമേ ഇവിടെ നമ്മളൊരു പ്രണയമാണ് കഴിഞ്ഞു പാട്ട് എന്ന് പറയും. മറ്റേത് അങ്ങനെയല്ല, ആ കഥയിൽ എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഇപ്പോൾ പലപ്പോഴും അതിനുള്ള സമയങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് പ്രശ്നം. സമയമുള്ള സിനിമയ്ക്ക് അത് ദൃശ്യം 3 സോങ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ദൃശ്യം 1 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഭയങ്കര നമ്മുടെ നാട്ടിൽ അത്രയും സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള ഒരു സംഭവം മിസ്സായി പോയ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒന്നും അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല ട്വിസ്റ്റ്. പിന്നെ വൈഫിനെ കാണിക്കാൻ വേണ്ടി മാത്രമേ, അത് പിള്ളേര് ചെറുതാ, അപ്പൊ വൈഫിനെ കാണിക്കണം, അതിനുവേണ്ടി ഞാൻ കൂടെ പോയതുള്ളൂ. കാര്യം എനിക്ക് കാണാനായിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ 50 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുഴുവൻ അറിയാം, പിന്നെ അടുത്ത് ത്രില്ല് പോയില്ലേ. പറഞ്ഞിരുന്നോ വൈഫിന്റെ അടുത്ത് ഇതാണ് ട്വിസ്റ്റ്? ഇല്ലല്ലോ, അത് പറഞ്ഞാൽ അവരുടെ മൂഡ് പോകും. ഒന്നും പറയാറില്ല. അങ്ങനെ തന്നെ പോയി. ഈ സോങ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇമാജിൻ ചെയ്യാറുണ്ടോ? ഒരു ഇൻ പേഴ്സൺ ഒരാളെ മൈൻഡിൽ വെച്ചിട്ടൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ എഴുതാറുണ്ടോ? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇമാജിൻ ചെയ്യാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ആ കഥയുടെ ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൈവമേ ഇത് അങ്ങനെ എഴുതാൻ കഴിയുന്നുള്ളൊരു തോന്നൽ, വേറെ ഒന്നിനും നമുക്ക് സമയമില്ല. അതാണ് ഒരു സിനിമയുടെ ഇതിൽ എഴുത്തിൽ പെടുമ്പോഴുള്ള കാര്യം. നമ്മൾ പല പല സിനിമകളായിരിക്കും ഒരേ സമയം എഴുതുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇത് എഴുതാൻ. ഇതൊക്കെ സമയത്തിന് കൊടുക്കേണ്ടതാണ്. അതാണ് നമ്മുടെ അടുത്തൊരു ഇത്. അപ്പോൾ മറ്റൊന്നിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. നമ്മൾ ഈ സിനിമയുടെ സിറ്റുവേഷൻ, ഈ സിനിമയിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം എന്ന് ആലോചിക്കുന്നു, ഡയറക്ടറായിട്ട് സംവദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുക്കുന്നു, നമ്മളൊരു സാമ്പിൾ കൊടുക്കുന്നു, അദ്ദേഹം ഓക്കെ പറയുന്നു, തുടരുന്നു, പാട്ട് തീരുന്നു. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ്. അതിൽ നമ്മൾ നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട്, സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ശ്രമിക്കുന്നു. സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളുണ്ടോ? നിരവധി പാട്ടുകളുണ്ട് അങ്ങനെ. നിരവധി പാട്ടുകൾ എന്ന് വെച്ചാൽ സിനിമയിൽ വരാതെ പോയതുകൊണ്ട്. എൻ്റെ ഒന്നാമത്തെ സിനിമയിലത്തെ പാട്ട് തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ചന്ദ്രമുഖി ഗോപിക എന്നുള്ളൊരു പാട്ട്, വളരെ നല്ല പാട്ട്. റിമി ടോമിയും പ്രദീപ് ബാബു പാടിയിരുന്നു. അങ്ങനെ രണ്ടുപേരും പാടിയിട്ടുള്ള നല്ലൊരു ഡാൻസ് സോങ് ആയിരുന്നു. അത് കാസറ്റിലുണ്ട്, പക്ഷേ സിനിമയിൽ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഒന്നാമത്തെ സിനിമയിൽ തന്നെ പാട്ട് പോയി. എന്നുവെച്ചാൽ ആ പാട്ട് പിന്നെ ജനം പോലും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും അതങ്ങ് പോയി ആ പാട്ട്. അതുപോലെ പിന്നെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ജയേട്ടൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, മഴ വന്ന് കാതോരം ചോദിച്ചു. ഭയങ്കര മെലഡി, ബിജിപാൽ എന്ന് വിളിച്ചത് പാട്ടാണ്. ശ്രദ്ധിക്കാതെ പോയ പാട്ടാണത്. അത് ഇതിൽ യൂട്യൂബിലൊക്കെ തപ്പിയാൽ കിട്ടും. നല്ല പാട്ടായിരുന്നു. അത് വളരെ നല്ല പാട്ട്. ഇതൊക്കെ പോലെ തന്നെ ഹിറ്റാവേണ്ട ഒരു പാട്ടായിരുന്നു. പക്ഷേ ആ പാട്ട് വളരെയധികം അവഗണിക്കപ്പെട്ടു പോയി. ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല.
മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ഇക്കാലങ്ങളിൽ അങ്ങനെയുണ്ട്. അതായത് വിഷ്വലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പാട്ട് ശ്രദ്ധിക്കപ്പെടുള്ളൂ. അത് മറ്റൊരു പ്രശ്നമാണത്. ഇപ്പൊ ലിറിക്കൽ വീഡിയോ വന്നാൽ പോലും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ഒറിജിനൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ആൾക്കാർ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന് വ്യൂസ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്ലേലിസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്ന കൂടുതൽ വന്നാലായി എന്നല്ലാതെ വേറെ വിഷ്വൽ ഇല്ലെങ്കിൽ പാട്ടുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പാട്ടുകളും അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന 2 പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന മൂവീസ് ഏതൊക്കെയായിരിക്കും? ഇനി ഇപ്പം ഞാൻ പ്രസന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഷാജി കൈലാസ് സാറിൻ്റെ പുതിയ സിനിമയാണ്. പിന്നെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഭീഷ്മർ എന്ന് പറയുന്ന സിനിമ എഴുതാനുണ്ട്. പിന്നെ എബ്രിഡ് ഷൈൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ കൊച്ചു കൊച്ചു വേഗതര സിനിമകളും കൂടിയുണ്ട്. അതെ. ഇതിൽ ഈ വരാൻ പോകുന്നത് ഏതെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് സ്റ്റൈൽ സോങ് വരുന്നുണ്ടോ? ഇതിൽ സാധാരണ എല്ലാ സിറ്റുവേഷൻസ് ഒക്കെ നോർമൽ ഇത് തന്നെയാണ്. ഭയങ്കര വ്യത്യസ്തമായ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഇതുവരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള വർക്കുകളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എഴുതാനിരിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ വേഗതര സിനിമകളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് അത് വരുന്നതെന്ന് അറിയില്ല. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ സോങ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരു റിപ്പീറ്റേഷൻ ഒരു വാക്ക് വരാറുണ്ട്. പ്രാവ് എന്നൊക്കെ യൂസ് ചെയ്ത് പ്രാവ് എന്നുള്ള വാക്കുകളൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സോങ്സിന് അവരുടേതായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ടച്ച് ഉണ്ട്, റിപ്പീറ്റേഷൻ വരുന്നത്. സാറിന്റെ ഒരു പാറ്റേൺസിൽ, ആ സോങ് പാറ്റേൺസിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താ? ആളുകളല്ല പറഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അത് ഉയിര് എന്നുള്ള വാക്കാണ്. ഉയിര്. ഈ വാക്ക് അവിടെ ഇവിടെ ഉണ്ടെന്ന് അവള് പറഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മളത് മനഃപൂർവ്വം എഴുതുന്നതല്ല. അതങ്ങനെ വന്നു കഴിഞ്ഞ ചില കാര്യങ്ങൾക്ക് ചില ട്യൂണുകൾക്കും അതിന് ആവശ്യം വരുമ്പോഴത്ത് പ്രയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു വാക്ക് റിപ്പീറ്റ് ഉണ്ട് അവിടെ ഇവിടെ. അതുപോലെ പിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് എഴുതുക എന്നുള്ള വാക്ക്, എഴുതുന്നു എന്നുള്ള സാധനം ഒരുപാട് ഞാൻ പ്രയോഗിക്കുന്നതായിട്ട് പിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ എവിടെയാണ് അത്. അപ്പോൾ അത് കൊള്ളാം പിഷാരടി, അത് കൊള്ളാം, അത് നല്ല നിരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്തു. അതായത് കവിത എഴുതുന്നു, കവിത എഴുതുന്നു, ഇവനില്ലേ അവകാശം വിധി എഴുതാൻ, അങ്ങനെ 1-2 പേര് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇതാണ്. ഒന്ന് പിഷാരടി, ഒന്ന് എന്റെ വൈഫും. ഒന്ന് ഉയിര് എന്നുള്ള വേർഡ് അവിടെ ഇവിടെയൊക്കെ കടന്നുകൂടാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്കറിയില്ല, ഞാൻ ആ സിനിമയിൽ എഴുതിയിട്ടുണ്ടെന്നറിയാം, ഏത് പാട്ടാണെന്നും അറിയില്ലാത്തപ്പോ ഈ വാക്ക് ചേട്ടൻ എഴുതിയാണോന്ന് ചോദിക്കും. ഞാൻ ആ സിനിമയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതാണോ പാട്ട്, ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ചോദിക്കും. പിഷാരടിയുടെ നിരീക്ഷണമാണ് ഇത്, എഴുതുക എന്നുള്ള വാക്ക്. അവിടെ ശരിയാണ്, ഞാൻ ആലോചിച്ചപ്പോ ശരി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇനിയിപ്പോ അടുത്ത ഇടയ്ക്ക് അത് ഉപേക്ഷിച്ചു. ഉടനെ പിഷാരടി പുറത്തു, എഴുതുക എന്നുള്ള, ഇനി അത് എഴുതുന്നില്ല വേറെ എന്തെങ്കിലും എഴുതാന്ന് വെച്ചിട്ട് ഇപ്പോഴും ആ എഴുതുക അല്ലെങ്കിൽ അത് വരും. കഴിഞ്ഞാൽ അതൊക്കെ വേണ്ടി വരും. നമ്മൾ പറയുന്ന ഒന്നാമത് മലയാളത്തില് ഒരുപാട് പര്യായ പദങ്ങളോ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ഈണത്തിനിണങ്ങുന്ന പോലത്തെ പദങ്ങള് കിട്ടുക ബുദ്ധിമുട്ടാണ്. ലളിതമായിരിക്കും വേണം, കഠിനമാക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചില കോമള പദങ്ങളെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അടുത്തിടയ്ക്ക് എഴുതുക വേണ്ട, പിഷാരടി പുറത്തു. ആ ഒരു സംഭവം മനസ്സിലോട്ട് വരുമ്പോ തന്നെ ഇവരെ രണ്ടാളെ അപ്പോഴും അതങ്ങനെ ഓർക്കും. അത് രസകരമായൊരു സംഭവമാണ്. അത് എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിക്കവാറും അങ്ങനെ റിപ്പീറ്റ് വന്നിട്ടുള്ള ശിവാനന്ദ സാറിന്റെ ഇതുപോലെ ഏതൊരു പദം, ഓമലാൽന്നോ ഓമൽ എന്നോ ഉള്ള പദം ഒരുപാട് പാട്ടുകളിൽ സാറിന്റെ കടന്നു വന്നിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ ആലോചിക്കുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവും. നമുക്കത് നമ്മുടെ കണ്ണിൽ പെടില്ല, മറ്റുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 1983 നെഞ്ചിലെ നെഞ്ചിലെ എന്നുള്ള പാട്ട്, അതൊരു മൂഡാണ്. ആ ഒരു പാട്ട് പേട്രിയോട്ടിക് ഒരു സോങ് ആണ്, സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ ഹണി ബി 2 പാട്ട്, മറ്റേ ജില്ലൻ ജില്ലം ജില്ലൻ ജില്ലാന, ഏതൊരു കല്യാണ വീടുകളിലും ടൂർ പോകുമ്പോഴും ഒക്കെ ഇടുന്ന ഒരു സൈസ് പാട്ട്. അതുപോലെ നമ്മുടെ ഇപ്പൊ പൊടിമീശ നോക്കുകയാണെങ്കിൽ പ്രണയം, അതും ഒരു കൗമാര പ്രായം. അപ്പൊ ഇത് മൂന്നും ഒരാൾ എഴുതിയ സോങ്സ് ആണ്. അപ്പൊ ഭയങ്കര ഒന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു സാമ്യതയില്ല. ഒരാൾ എഴുതിയ സോങ്സ് ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഒരു കോൺട്രാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതാണ്, ഇന്റൻഷനലി സംഭവിച്ചതാണ്? അതൊരിക്കലും നമ്മളായിട്ട് കൊണ്ടുവരുന്നതല്ലല്ലോ. നമുക്ക് കിട്ടുന്ന സിറ്റുവേഷൻസ്, അതാണ് അതിന്റെ ആ പാട്ടിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. ഇപ്പോ എന്താ പറയാ,
ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, കാന്താരയിൽ വന്നപ്പോൾ അറിയില്ല ശിവനെ എന്നുള്ള പാട്ട് ഞാൻ ഒരിക്കലും എഴുതാത്ത ഒരു ഡിവോഷണൽ സോങ് എഴുതാനുള്ള അവസരം എനിക്ക് അവിടെ മറ്റേ ഡബ്ബിംഗ് പടമാണെങ്കിലും അതിനകത്ത് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് തരുന്ന സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ അതിനകത്ത് അങ്ങനെ വേണമായിരുന്നു, അത് അങ്ങനെ എഴുതി. ഡാഡി മൈ ഡാഡി അങ്ങനെ വേണമായിരുന്നു, അത് അങ്ങനെ എഴുതി. അറിയില്ല ശിവനെ ഇങ്ങനെ എഴുതി. ഇത് എല്ലാ ഗാനരചയിതാക്കൾക്കും അതുപോലെ തന്നെയാണ്. അത് നമുക്ക് കിട്ടുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ആ ഗാനത്തിന്റെ രീതി നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് നമ്മളായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല അത് ആക്ച്വലി. അത് ആ സിനിമ തരുന്ന സിറ്റുവേഷനാണ് നമുക്കത്. ആ സിറ്റുവേഷനിൽ നമ്മൾ അതിന്റെ കാര്യം ചെയ്യുന്നു എന്നാണ് അതിന്റെ ഒരു ഉത്തരം പറയാൻ. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ. നമ്മൾ മിക്കവരെയും കാണുന്നത് അവർ എഴുതുന്ന ഒരു സോങ്സിന് ഒരു ശൈലി ഉള്ളതായിട്ട് അല്ല, കാണാറുണ്ട്. അതുണ്ടാവും. അതെങ്ങനെ വന്നാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, അതുണ്ടാവും. അത് ചിലപ്പോൾ പ്രകടമായേക്കാം. അത് നമുക്കല്ല, അത് നിരീക്ഷിക്കുന്നവർക്ക് അത് പ്രകടമായേക്കാം. പക്ഷെ നമ്മളായിട്ടൊന്നും അവിടെ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ സിനിമയുടെ ഒരു കൾച്ചർ, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അത് തന്നെ കാര്യം. അപ്പോൾ അതാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ സിറ്റുവേഷൻ തരുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കുറിച്ചിട്ട് ഒരു പാട്ട്, അല്ലെങ്കിൽ തൃശ്ശൂരിനെ കുറിച്ചൊരു പാട്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലം, ഇപ്പോൾ ആലപ്പുഴയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിനെ കുറിച്ചും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് സിനിമകളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ എഴുതുന്നു എന്നല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി അതൊന്നും ചെയ്യുന്നില്ല. ഇല്ല. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് സന്തോഷം. ഒരുപാട് ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു. ആ ഒരുപാട് പാട്ടുകൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.